വയനാട് പഞ്ചാരക്കൊല്ലിയിലെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അവിടെ മാനന്തവാടി DFO മാർട്ടിൻ ലോവലിനെ തടഞ്ഞുവെക്കുകയായിരുന്നു പ്രതിഷേധക്കാർ. കടുവയെ കൂടുവെച്ച് പിടിക്കുക എന്നൊരു മാർഗത്തിലേക്ക് പോകരുത്, അതല്ലാതെ അതിനെ വെടിവെച്ച് കൊല്ലുക തന്നെ വേണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെയും അവിടെ കടുവ എത്തിയിട്ടുണ്ട് എന്ന സംശയം ആശങ്കയും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഇന്നലെ അവിടെ 3 പട്ടികൾ ഉണ്ടായിരുന്നു, അതിൽ ഒന്നിനെ ഇപ്പോൾ കാണാനില്ല. അത്തരത്തിൽ അതിനെ കടുവ പിടിച്ചതായിരിക്കാം എന്ന സംശയമൊക്കെ തന്നെ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. പഞ്ചാരക്കൊല്ലിയിൽ നിന്ന് ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. ഫൈസൽ, എന്താണ് നാട്ടുകാർ പറയുന്നത്? നിലവിൽ അവിടുത്തെ സാഹചര്യം എന്താണ്? സ്നേഹ, ഏറ്റവും ഗൗരവമായി കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. നാട്ടുകാർ ഏറെ രോഷാകുലരായിക്കൊണ്ട് DFOയെ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പഞ്ചാരക്കൊല്ലിയിൽ കാണുന്നത്. DFOയോട് നമുക്ക് ചോദിക്കുക, സാർ എന്തായിരിക്കും ഇത്ര നേരം എടുത്തില്ലേ? സ്നേഹ, വലിയധികം പ്രതിഷേധമാണ് ഈ ഒരു പ്രദേശത്ത് നടക്കുന്നത്. കാരണം ഈ ഒരു ആക്രമണം നടന്നിട്ട് ഏകദേശം 24 മണിക്കൂർ പിന്നിടുകയാണ്. അപ്പോൾ 24 മണിക്കൂർ പിന്നിട്ടിട്ടും കടുവയെ പിടികൂടാനായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം അവരെ രോഷം കൊള്ളിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. കടുവയെ ഉടൻ വെടിവെച്ച് കൊല്ലുമെന്നുള്ളതൊക്കെ ഇന്നലെ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഇതുവരെ കടുവയെ കണ്ടെത്താൻ പോലും വനംവകുപ്പിന് ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു വാസ്തവം. നേരത്തെ ഒരു സഹോദരി സരസ്വതി എന്ന് പറയുന്ന ഒരു സഹോദരി വന്നിട്ട് പറയുകയുണ്ടായി, ഇന്നലെ അവരുടെ വീട്ടിൽ അവരുടെ 3 പട്ടികളിൽ ഒരു പട്ടിയെ കാണുന്നില്ല. രാത്രി ശബ്ദം കേട്ടിരുന്നു, പിന്നെ പേടിയായതുകൊണ്ട് പുറത്തിറങ്ങിയില്ല. രാവിലെ നോക്കിയപ്പോൾ 3 പട്ടിയിൽ ഒരു പട്ടിയെ കാണുന്നില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ കടുവയുടെ സാന്നിധ്യം ഈ ഒരു പ്രദേശത്ത് ഉണ്ട് എന്ന് തന്നെ ഉറപ്പിച്ചു പറയുകയാണ് നാട്ടുകാർ. ഈ 2 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെയും കടുവ പോയിട്ടില്ല എന്നുള്ളത് ഉറപ്പിച്ചു പറയുകയാണ്. അതിന്റെ ഒരു തെളിവായിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവസാനമായി ഈ സരസ്വതിയുടെ വീട്ടിലെ പട്ടിയെ കാണാതായത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. കടുവയെ വെടിവെച്ച് കൊല്ലാതെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് നാട്ടുകാരുള്ളത്. ഇനി കടുവ കൂട്ടിൽ വീണാൽ പോലും കടുവയെ വെടിവെച്ച് കൊല്ലാതെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന ആ ഒരു ഉറച്ച ഒരു തീരുമാനത്തിൽ തന്നെയാണ് നാട്ടുകാർ. അത് തന്നെയാണ് അവരുടെ ഒരു പ്രതിഷേധത്തിന് കാരണം. ഇത്രയും സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കടുവയ്ക്കായി തെരച്ചിൽ നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോഴും കടുവയെ കണ്ടെത്താനാകുന്നില്ല എന്നുള്ളത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂടെയുള്ള ഒരാളുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ് തൊട്ട് പിറകെയാണ് ഈ ഒരു വലിയൊരു പ്രതിഷേധം ഈ ഒരു പഞ്ചാരക്കൊല്ലിയിൽ നടക്കുന്നത്. വനംവകുപ്പ് DFOയെ തടഞ്ഞു വെച്ചുകൊണ്ട് ഏറെ രോഷാകുലരായിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു നാട്ടുകാരെയാണ് നമുക്ക് ഇവിടെ കാണാനാവുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. കൃഷിയിടത്തിൽ തൊഴിലെടുക്കുക കാപ്പി വിളവെടുപ്പിന് പോയ ഒരു സഹോദരിയെയാണ് ഇന്നലെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോഴും ആ ഒരു ഭീതി ഇവിടെ നിലനിൽക്കുകയാണ്. തൊഴിലാളികളാണ്, തോട്ടം തൊഴിലാളികളാണ്, കാപ്പി വിളവെടുക്കാൻ പോകുന്ന തൊഴിലാളികളാണ് ഈ ഒരു മേഖലയിലുള്ളത്. അപ്പൊ അവർക്ക് ജീവിക്കാനുള്ള ഒരു മാർഗമില്ല, അവർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. വീട്ടിൽ കെട്ടിയിരുന്ന പട്ടിയെപ്പോലും ആക്രമിക്കുന്ന തരത്തിലേക്ക് കടുവയുടെ ആക്രമണം ഇവിടെ വർദ്ധിച്ചു വരുമ്പോഴും കടുവയെ പിടികൂടാൻ അല്ലെങ്കിൽ കടുവയെ എപ്പോഴും പിടികൂടാൻ കഴിയുന്നില്ല എന്നുള്ളത് വസ്തുതാപരമായ ഒരു കാര്യം തന്നെ. നാട്ടുകാരുടെ ഈ ഒരു രോഷത്തിന് അത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. 24 മണിക്കൂർ പിന്നിടുമ്പോഴും ഇപ്പോഴും കടുവയെ കണ്ടെത്താൻ ആകുന്നില്ല എന്നുള്ളത് വളരെ പ്രശ്നമായി തന്നെ നിലനിൽക്കുകയാണ്. അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇവിടേക്ക് എത്തുമെന്ന് ഇന്നലെ വൈകിട്ട് 5 മണിക്ക് തന്നെ അത് പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഇപ്പോഴും ആ ഒരു സംഘം വയനാട്ടിൽ എത്തിയിട്ടില്ല. തെർമൽ ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തുമെന്ന് പറയുമ്പോൾ ഇപ്പോഴും അതും എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ നടപടികളൊക്കെ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നത് എന്നുള്ള നാട്ടുകാരുടെ ഏറെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇപ്പോഴും അവിടെ തന്നെ നിലനിൽക്കുകയാണ്. അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തുമെന്ന് പറയുമ്പോഴും ആ സംഘം ഇതുവരെ വയനാട്ടിൽ എത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ്? തൃശ്ശൂരിൽ നിന്ന് ഇവിടേക്ക് എത്താനുള്ള ഒരു സമയം നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിൽ നാട്ടുകാർ ചോദിക്കുന്ന ചോദ്യത്തിന് പ്രാധാന്യമേറുകയാണ്. 24 മണിക്കൂർ പിന്നിടുമ്പോൾ അവരുടെ കൂടെയുള്ള ഒരാൾ മരിച്ചിട്ട് കൊല്ലപ്പെട്ടിട്ട് ഇത്രയും സമയമായിട്ടും വനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കടുവയെ കണ്ടെത്താനുള്ള ഒരു നടപടി എടുക്കാത്തതിനുള്ള ഒരു പ്രതിഷേധമാണ് ഈ ഒരു ഭാഗത്ത് കണ്ടുവരുന്നത്. കടുവയെ പിടികൂടുന്നത് വരെ ഈ ഒരു പ്രതിഷേധം അവസാനിക്കില്ലെന്ന നിലപാടിൽ തന്നെയാണ് നാട്ടുകാരുള്ളത്. കാരണം അവർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല, കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭീതി ഏറെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും പഞ്ചാരക്കൊല്ലിയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം കടുവയെ പിടികൂടുന്നത് വരെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത്. സമീപ പ്രദേശങ്ങളിൽ നിരവധി തവണ ഇതുപോലെ മുമ്പ് കടുവ ഇറങ്ങിയപ്പോൾ വനംവകുപ്പ് കൂടുവെക്കുകയും ആ കൂട്ടിൽ കുടുങ്ങാതെ വീണ്ടും വനംവകുപ്പ് ആ ഒരു ശ്രമമൊക്കെ ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യങ്ങളൊക്കെ നാട്ടുകാർ ഇവിടെ നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ ഈ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് കൃത്യമായി തന്നെ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം നഷ്ടപരിഹാരം കൊടുക്കലും ഇതുപോലെയുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നിരന്തരം വയനാടൻ ജനത കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്.
കുറച്ചു കാലം മുമ്പ് പ്രജീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കടുവ ആക്രമിച്ചതിന് ശേഷം സമാനമായ രീതിയിൽ നഷ്ടപരിഹാരം കുടുംബത്തിന് കൊടുത്തു. അപ്പൊ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ മാത്രം നടക്കുമ്പോഴും വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് വയനാട് ജനതയെ രക്ഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വസ്തുതാപരമായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങൾ ആളുകളുടെ ജീവന് പോലും വില ഇല്ലാത്ത രീതിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു മുമ്പ് പ്രജീഷിന്റെയും അതുപോലെ പോളിന്റെയും അനീഷിന്റെയും ഒക്കെ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ഇത്രയും വന്യജീവി ആക്രമണങ്ങളൊക്കെ നിരന്തരം പഞ്ചാരക്കൊല്ലിയിൽ രാധയുടെ ജീവനെടുത്ത നരഭോജി കടുവയെ പിടികൂടുന്നതുവരെ അതിനെ വെടിവെച്ചു കൊല്ലുന്നതുവരെ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അവിടെ ഇപ്പോഴും ആ 2 കിലോമീറ്ററിനുള്ളിൽ എവിടെയോ കടുവയുണ്ട്, ആ സാന്നിധ്യം ഉണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നലെ അടക്കം ഒരു സ്ത്രീയുടെ വീട്ടിലെത്തിയ കടുവ പട്ടിയെ അടക്കം പിടിച്ചു കൊണ്ടുപോയി എന്ന ആരോപണവും ആശങ്കയും ഒക്കെ തന്നെയാണ് അവിടെ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത്.